കാട്ടുമൂങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഏകദേശം 65 സെൻറ്റിമീറ്റർ വലിപ്പം വെക്കും. അത് ചിറക് വിടർത്തി കഴിഞ്ഞാൽ ഒരു 140 മുതൽ 160 സെൻറ്റിമീറ്റർ വരെ ചിറകിന് നീളമുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത നല്ല ചാര നിറത്തിലുള്ള ഒരു വലിയ മൂങ്ങയാണ്. ദേഹത്തൊക്കെ നല്ല കറുത്ത പൊട്ടുകളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെവി പോലിരിക്കുന്ന തൂവലുകൾ, വലിയ കൊമ്പ് പോലെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടിരിക്കുന്ന വലിയ നീളമുള്ള ഈ ചെവികൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നല്ല കറുത്ത നിറത്തിലുള്ള കണ്ണുകളാണുള്ളത്. അതുപോലെ തന്നെ വലിയ മഞ്ഞ നിറത്തിലുള്ള ചുണ്ടുകളാണ് ഇതിനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മൂങ്ങ സാധാരണയായിട്ട് കാട്ടിലാണ് കാണപ്പെടുന്നത്. കാട്ടിൻ്റെ ഉള്ളറയിലൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ ഞാൻ കുറേ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഈ മൂങ്ങ കാട്ടിൽ മാത്രമല്ല കാണുന്നത്, കാടിനോട് അടുത്ത് കിടക്കുന്ന ഗ്രാമപ്രദേശത്തൊക്കെ നട്ടപ്പാതിരി ആകുമ്പോഴത്തേക്കും ഈ മൂങ്ങകൾ വരാറുണ്ട്. ചിലപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ പരുന്തിനോടൊപ്പം വലിപ്പമുള്ള വലിയൊരു മൂങ്ങയാണിത്. ഇതിൻ്റെ സൗണ്ട് വളരെ പേടിപ്പെടുത്തുന്ന സൗണ്ടാണ്. ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു പോകുന്ന സൗണ്ടാണ് ഇതിനുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കാലം കോഴിയുടെയൊക്കെ അതിൻ്റെ സൗണ്ടുമായിട്ട് കിടപിടിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു ഭീതിജനകമായിട്ടുള്ളൊരു സൗണ്ടാണ് ഈ കാട്ടുമൂങ്ങയ്ക്കുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലുള്ള എവിടെയൊരു അദ്ദേഹത്തിൻ്റെ വീടിനടുത്തൊക്കെ രാത്രി കാലങ്ങളിൽ വലിയൊരു മൂങ്ങ വരാറുണ്ട്, അത് സൗണ്ട് അത് കേൾക്കാറുണ്ടെന്ന്. ഒരുപക്ഷെ ഈ കാട്ടുമൂങ്ങയായിരിക്കാം അത്.